രാജേഷ് സാർ നമസ്കാരം. സാറിൻ്റെ അടുത്ത് ഇന്നിപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതായത് കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരുകൾ, അതായത് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ വീർപ്പ് മുട്ടിക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു എന്നൊക്കെയാണല്ലോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പരാതി. അത് കേരളത്തിൽ മുതൽ അങ്ങ് ബംഗാൾ വരെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നമ്മളെ ഒരു വീർപ്പ് മുട്ടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിയമ സംവിധാനങ്ങളെ ആശ്രയിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഇത്തരത്തിൽ വരുന്ന ഏജൻസികളെ കായികപരമായിട്ട് ആക്രമിക്കുന്നത് ശരിയായൊരു നടപടിയാണോ? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ബംഗാളിൽ അടുത്തിടെ നടന്ന സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഭൂപതി നഗർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നരുബലിയിൽ നടന്ന NIA അന്വേഷണം, അതായത് റെയ്ഡും തുടർന്ന് 2 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ നടപടിയൊക്കെ ഇതിനിടയിലേക്ക് പൊതുജനങ്ങൾ ഇടപെട്ട് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. സംസ്ഥാന സർക്കാർ എന്നാൽ അവരെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. മമതയുടെ സർക്കാർ പറയുന്നത് NIA സംഘം നാട്ടുകാരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ്. വളരെ ചുരുങ്ങിയൊരു സംഘം ഇത്രയധികം നാട്ടുകാരെ എങ്ങനെ ആക്രമിക്കുമെന്നൊരു ചോദ്യമുണ്ട്. NIA തുടർന്ന് സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കേണ്ട അവസ്ഥ വരെ എത്തി. അപ്പോൾ സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് പറഞ്ഞത് മമതയാണെന്ന് പറയുമ്പോൾ തന്നെ പച്ചക്കള്ളമാണെന്നുള്ള പ്രത്യേകിച്ചൊരു സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ കൊടും ക്രൂരത നടമാടിയ സ്ഥലമാണ് സന്ദേശ് ഖാലി. സന്ദേശ് ഖാലിലെ ആ ഷെയ്ഖ് ഷാജഹാൻ്റെ വീരകൃത്യങ്ങൾ, സ്ത്രീകളോട് ആക്രമണം കാണിച്ചതും അതുപോലെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും കടും ക്രൂരമായ ആക്രമണങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ഭാരതത്തോട് അന്നും തന്നെ സംഭവിച്ചത്. ഷാജഹാനെ ഷാജഹാൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ ചെന്നപ്പം അയാൾ ഫോൺ ചെയ്ത ആളുകളെ വരുത്തിയിട്ട് ഒരാൾക്കൂട്ടം വന്ന് അയാളുടെ ശിങ്കിടികൾ വന്ന് ടീമിനെ ആക്രമിക്കുക ചെയ്തത്. അത് തന്നെയാണ് ഇന്നലെ NIA ടീം ചെന്നപ്പോൾ ഒരു രസകരമായൊരു ചോദ്യം ഉണ്ടായി. 2 ചോദ്യം. ഒന്നാം, NIA ടീം എന്തുകൊണ്ട് 12 മണിക്ക് വന്നു? ഞാൻ ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിയിൽ വർക്ക് ചെയ്തയാളാണ്. എൻഫോഴ്സ്മെന്റ് ഏജൻസി ഇനി പോലീസാണെങ്കിലും ED ആണെങ്കിലും അന്വേഷണത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനും സമയം നോക്കി കാലം നോക്കി ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് അവിടെ വിട്ട് രക്ഷപ്പെട്ടു പോകും. അവൾ ഒരിക്കലും അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സമയം നോക്കിയും കാലം നോക്കിയും ഒന്നും പോകാൻ പ്രായോഗികമായിട്ട് പറ്റില്ല. അതുകൊണ്ട് പാതിരാത്രിക്കും 12 മണിക്കും ഒക്കെ പോകും. പിന്നെ ചോദ്യം, അവിടെ ലോക്കൽ പോലീസിനെ അറിയിച്ചോ? ലോക്കൽ പോലീസിനെ അറിയിക്കുന്നതിനെക്കാട്ടി നല്ലത് ആ ഉദ്ദേശിക്കുന്ന പ്രതിയെ അല്ലെങ്കിൽ കുറ്റാരോപിതനെ നേരിട്ട് അറിയിക്കുന്ന നല്ലത്. കാരണം ബംഗാളിലെ ലോക്കൽ പോലീസും കൂട്ടരും ഒക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് ഭാരതം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് മമതാ ബാനർജി പറഞ്ഞ ആകെ കാര്യങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല. പിന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നൊരു ന്യായം പറഞ്ഞു. അത് ഒരു ഗതിയും പരഗതിയുമില്ലാത്ത അവസ്ഥ എത്തിയപ്പം IA മുന്നണി, ആ മുന്നണി ആവർത്തിക്കുന്നൊരു സംഗതിയായത്. അതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടോ? ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും ഏത് ജനാധിപത്യ രാജ്യത്താണെങ്കിലും ഭരിക്കുന്ന ഭരണകൂടത്തിന് ആ ജനാധിപത്യ പ്രക്രിയയുമായിട്ട് അതിലിടപെടുന്നതിന് ചില സ്വാതന്ത്ര്യങ്ങളുണ്ടാവും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏറെയും കുറഞ്ഞു നിൽക്കും. അമേരിക്കയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, ലോകത്തെല്ലാം ഉണ്ടത്. ഇന്ത്യയിൽ ഏതാണ്ട് 2014 വരെ കണ്ടതിനപ്പുറം ഒരു വ്യത്യാസവും ഇന്ന് വന്നിട്ടില്ല. നിങ്ങൾ ഓർക്കണം, 1952 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം വിനായക ദാമോദർ സവർക്കർ എന്നൊരു വീര സവർക്കറെ ഒരു കാരണം കൂടാതെ ജയിലിൽ അടച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അത് വേറെ കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒരു കരുതൽ തേടേണ്ട രീതിയിൽ. ആ അറസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഇടപെടലല്ലായിരുന്നു. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രത്യേകിച്ചും, ഇലക്ഷൻ സമയത്ത് നടത്താതിരിക്കുക, കുറച്ചുകൂടി നീട്ടിവെക്കുക, അല്ലെങ്കിൽ നേരത്തെ നടത്തുക, ഒന്നും വേണ്ട. ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ വിധി തന്നെ എന്തിനായിരുന്നു? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, സർക്കാർ മെഷീനറിയെ സ്വന്തം തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് വേണ്ടി ആയിരുന്നല്ലോ വിധി പോലും വന്നത്.
അതിനെ പ്രതിരോധിക്കാനല്ല ഇന്ദിരാഗാന്ധി പോയി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. അത് മറ്റൊരു കാര്യം. ജുഡീഷ്യറിയെയും ഇലക്ഷൻ കമ്മീഷനെയും ഭരണകൂടത്തെയും എന്തിന് ബാങ്കുകളെ പോലും ഓർക്കണം. നഗരവാല കേസ്, ആ നഗരവാല കേസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചു വരുമ്പം പഴയ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം, ജവഹർലാൽ നെഹ്റുവോ ഇന്ദിരയോ രാജീവ് ഗാന്ധിയോ അതിനുശേഷമുള്ള കോൺഗ്രസ് ഭരണകൂടങ്ങളോ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തെ ഭരണകൂടമോ ഒന്നും ചെയ്ത തരത്തിലുള്ള ഈ അധികാര സ്ഥാപനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വാധീനം ചെയ്ത് ഇലക്ഷനെ തങ്ങളുടെ വഴിക്കാക്കുന്ന ഒരു പരിശ്രമം ഒരു ഘട്ടത്തിലും താരതമ്യേന നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ടെന്നാണ് വസ്തുത. സാറ് ഇത് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തിയപ്പോൾ ഈ നടപടികൾക്കെതിരെ ശക്തമായിട്ട് സംസാരിച്ചിരുന്നു. അതായത് കേന്ദ്ര ഏജൻസികളെ അവിടെ ആക്രമിക്കുന്നത് അഴിമതിയെ സംരക്ഷിക്കാനാണ് മമതാ സർക്കാർ എന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ കാര്യം ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ആരും തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ബംഗാളിൽ നടന്ന NIA സംഘത്തിന് നേരെയുള്ള അതിക്രമത്തിനെതിരെ അപലപിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതായത് ഇതൊരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല സാർ. അതായത് ഒരു സ്ഫോടന കേസിലെ പ്രതികളെ പിടികൂടാൻ വേണ്ടിയാണ് NIA സംഘം ബംഗാളിൽ അവിടെ എത്തുന്നത്. അതും 3 പേർ കൊല്ലപ്പെട്ട സ്ഫോടന കേസ്. അത്തരത്തിലുള്ള സ്ഫോടന കേസിലെ പ്രതികളെ പിടികൂടുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ അക്രമാസക്തരെ അവരെ നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജനങ്ങളെ, ഈ ആരാണോ NIA സംഘത്തെ ആക്രമിക്കാൻ വേണ്ടി മുതിർന്നത് അവരെയും കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യേണ്ടത് അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പോലീസാണ്. അവർ അത് നിഷ്ക്രിയമാണ്. പറയുന്ന കാര്യം കറക്റ്റാണ്. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ബന്ധത്തിന്റെ ഭാഗമാണെങ്കിലും രാജ്യത്ത് ക്രമസമാധാനവും നേരും നെറിയും സുരക്ഷയും ഉറപ്പാക്കണമെന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുമായിട്ട് ഒരു പരിധിവരെ പറഞ്ഞാൽ ജസ്റ്റ് പാസ് ചെയ്യുന്നേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ടിനെ ആളുകളെ റെയ്ഡ് നടത്താനും കസ്റ്റഡിയിലെടുക്കുന്നതിനും സഹായിച്ച പിണറായി ഭരണകൂടത്തിൻ്റെ മനോഭാവമെങ്കിലും, അല്ലെങ്കിൽ മദനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് അന്ന് സഹായം കൊടുത്ത നയനാർ സർക്കാരിൻ്റെ ആ ഭരണകൂടത്തിൻ്റെ രഹസ്യമായിട്ടാണെന്ന് പറയാമെങ്കിൽ പോലുമുള്ള സഹകരണമെങ്കിലും മമതയും കാണിക്കേണ്ടതായിരുന്നു. യാതൊരു സംശയവുമില്ല. കാരണം കൊലപാതകം നടത്തിയ, ഭീകര രീതി നടത്തിയ ആളുകളാണ് ആക്രമിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. മമത എന്നും അന്നും ഇന്നും അവരുടെ നേർക്കുണ്ടാകാത്ത എല്ലാ ആക്രമണങ്ങളെയും ന്യായീകരിക്കുന്ന രീതിക്കാരിയാണ്. ഇത് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും. ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ റൈറ്റേഴ്സ് ബിൽഡിങ്ങിന്റെ തറയിലിട്ട് വലിച്ചിട്ടുണ്ട്. അവരെ ഒരു പരിധിവരെ വസ്ത്രാക്ഷേപം വരെ ചെയ്തിട്ടുണ്ട്, ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി അധികാരത്തിൽ വരുമ്പം അവര് ആ രീതി കാണിക്കല് ഇല്ല എന്നല്ല പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ ഒരു ഉദാഹരണം, 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, ചൈനയിലെ ഇന്നത്തെ അധികാരി ഷീ ജിൻപിങ്, അദ്ദേഹത്തിന്റെ അച്ഛനെ 1930-കളിൽ ആദ്യം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പാർട്ടി കോടതി കൂടി കൊല്ലാൻ തീരുമാനിച്ചതാണ്. തൽക്കാലം കൊല്ലാതെ വിട്ടു. മാവോസേത്തും ഇടപെട്ടാണ്, അപ്പലേറ്റ് അതോറിറ്റി ഇടപെട്ടാണ് കൊല്ലാതെ വിട്ടു. പക്ഷെ 60-കളുടെ അവസാനം ഇദ്ദേഹത്തെ പിന്നെയും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് പറഞ്ഞു വിട്ടു, പാർട്ടി നേരെയാക്കാൻ വേണ്ടി. ആ പോയ കൂട്ടത്തിൽ ഈ ഷീ ജിൻപിങ്ങിനെ വിട്ടതാണ്, പിള്ളേരെ നന്നാക്കാനുള്ള. ആ അനുഭവങ്ങളും പുരോഗതിയെല്ലാം ഷീ ജിൻപിങ്ങും അനുഭവിച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും അതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാഫ് സിസ്റ്റർ, ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ, അത് കൂടുതൽ പറയേണ്ട ഹാഫ് സിസ്റ്റർ, ആ സിസ്റ്റർ സഹോദരി ആത്മഹത്യയും ചെയ്തു. ഇതെല്ലാം ഉണ്ടായിട്ടും ഷീ ജിൻപിങ് അധികാരത്തിൽ വന്നപ്പം ഇന്ന് ചൈനയിൽ എന്തെങ്കിലും ക്രൂരതയ്ക്ക് കുറവുണ്ടോ? ഇല്ല. അതുപോലെ നമ്മുടെ കോളേജുകളിൽ റാഗിങ്, ജൂനിയേഴ്സിനെ റാഗ് ചെയ്യും. അവർ സീനിയേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ റാഗിങ് ഉണ്ടാവില്ലെന്നല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവർ സീനിയർ ആകുമ്പോൾ അവർ കിട്ടിയതിൻ്റെ പലിശ തീർത്ത് പുതിയ പിള്ളേർക്ക് കൊടുക്കും. ഇതേ രീതിയിൽ മമത ഇന്ന് ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ജ്യോതി ബസുവും മറ്റേ ഇദ്ദേഹവും ഒക്കെ കൈകാര്യം ചെയ്ത് അതേ രൂപത്തിൽ ഭരണകൂടത്തെ ക്രൂരമായ ആക്രമണത്തിൻ്റെ മാർഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അന്ന് അവർ ചെയ്തതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരും രോഹിംഗ്യൻസുമായിട്ടുള്ള, പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിൽ കുടിയേറി കഴിഞ്ഞിട്ടുള്ള
ആ ഇസ്ലാമിക മതമൗലവാദികളെയും ഭീകരവാദികളെയും പരമാവധി ഉപയോഗിച്ച് അക്രമങ്ങൾ അഴിച്ചുവിടുന്ന രീതിയാണ്. അതിൻ്റെ ഭാഗമായി അവിടെ അവർക്ക് അവരുടെ റെഗുലേറ്റേഴ്സിനെ, ഗുണ്ടാത്തലവന്മാരെ പിടിക്കാൻ വരുന്നവരെ രക്ഷിക്കേണ്ട ആവശ്യമാണ്. സാർ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് എന്ന് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഇത് ഇപ്പോൾ NIA-യുടെ ഈ അതിക്രമത്തെ മമതാ സർക്കാർ ന്യായീകരിക്കുന്നതിന് ഒരു കാരണം സാർ ഈ പറഞ്ഞ വോട്ട് ബാങ്ക് തന്നെയാണെന്നാണ് ഞാനും കരുതപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJP ബംഗാളിൽ വലിയ ശക്തമായ വേരോട്ടം ഉണ്ടാക്കുന്നു. അവർക്ക് വളരെ ശക്തിയെ ആർജിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും നിയമസഭയിൽ ലോക്സഭയിലൊക്കെ BJP മുന്നോട്ട് വരുന്നു. ഇത്തവണ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ബംഗാളിൽ പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടം ഉണ്ടാക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഈ NIA സംഘത്തിന് നേരെ ബംഗാളിൽ ഒരു വിഭാഗം അക്രമം അഴിച്ചുവിടുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും. അങ്ങനെ നേരത്തെ ഒരു കാര്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ അവിടെ ഈ പ്രതിപക്ഷത്തുള്ള മറ്റുള്ളവരുടെ അവിടെ എത്തുന്നത്? അതിനൊരു ഉത്തരവില്ലേ? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആരെയെങ്കിലും കൂടെ കൂട്ടി എങ്ങനെയെങ്കിലും പാർലമെന്റില് ഒരു 30% സീറ്റെങ്കിലും ഒപ്പിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ച് അവർ പോകുന്നത്. അതല്ലേ മമത നിങ്ങളെ ഞങ്ങൾ കൂടെ കൂട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ചവിട്ടി പുറത്താക്കി ബംഗാളിൽ ഒരു സീറ്റും കൊടുത്തിട്ടില്ല, കോൺഗ്രസിനും കൊടുത്തിട്ടില്ല, കമ്മ്യൂണിസ്റ്റിനും കൊടുത്തിട്ടില്ല. എന്നിട്ടും ഒരാഴ്ച മുമ്പ് വേറെ ഒരു ഇന്റർനാഷണൽ ഫ്രോഡ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കും, ആയ അരവിന്ദ് കെജ്രിവാളിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു കൂടിയില്ലേ അവിടെ. ആ കൂടിയെടുത്ത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വന്നപ്പോൾ കസേര മാത്രമല്ലാതെ ഉള്ള അവസ്ഥയായിരുന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ എങ്കിലും സ്വന്തം മുന്നണിയുടെ ഭാഗമായി നിൽക്കാതെ തങ്ങളെ തൊഴിച്ചു പുറത്താക്കിയവരോടൊപ്പം റാലിയിൽ മമതയെയും കൂട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, മമതയുടെ ആളുകളെയും കൂട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഇവരുടെ നിലപാടെന്താ? അതെ 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 സാർ പറഞ്ഞതുപോലെ ഈ പോയിന്റുകളൊക്കെ തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വാലിഡാണ്. അതായത് ബംഗാളിൽ ഇത്തരത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു സൂചന മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം അവരുദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഇതിലും വലിയ അതിക്രമങ്ങൾ അഴിച്ചു വിട്ടേക്കാം. അപ്പോൾ ഈ ഒരു അതിക്രമങ്ങൾ നിറഞ്ഞ ഒരു ഭാരതമാണോ ഇന്ത്യ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാർവദേശീയമായിട്ട് തന്നെ വളർന്നു വരുന്നൊരു പുസ്തകമാണ് ഈ വോക്കിസം. അതിന്റെ രീതി എതിർക്കാൻ സാധ്യതയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് പണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി ഉണ്ടായിരുന്നു. ഏതെങ്കിലും വീട്ടില് ഗ്രാമത്തില് ആരും അറിയാതെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രളയം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഗർഭം ഉണ്ടായി എന്ന് വിചാരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മറ്റേ പക്ഷത്തിനെ എതിർക്കുന്ന ഒരു രീതി, അത് എതിർക്കുന്നതിന് എന്തിന്റെ പേരിലാണേലും എതിർക്കുന്നവരോടൊപ്പം നിൽക്കുക. അത് നമ്മളിത് ഈ പൗരത്വ ഭേദഗതി ബില്ലോ കണ്ടതാണ്. എതിർക്കുന്നതിന്റെ പേരിലല്ല, അവരുടെ വിഷയമല്ല. ഇവരിവിടെ എതിർക്ക് കല്ലെറിയുന്നുണ്ടോ, ഞാനും കൂടെ ഒന്നറിയാം. കൊല്ലുന്നുണ്ടോ, ഞാനും കൂടെ ഒന്ന് കൊല്ലാം. പിടിച്ചു പറിക്കുന്നുണ്ടോ, ഞാനും ആ കൂട്ടത്തിൽ കൂടാം എന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കാത്ത, രാഷ്ട്രീയമായ നീതിക്ക് നിരക്കാത്ത ഭീകരപ്രവർത്തനങ്ങളും ആ തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നവരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത് ഭാരതത്തെ ചൈനയുടെയും പാകിസ്ഥാന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും അജണ്ടയ്ക്കനുസരിച്ച് ശിഥിലീകരിക്കുക, ആ ശിഥിലീകരിക്കുന്നതിന് കിട്ടുന്ന കൂലി വാങ്ങുക, അതിനപ്പുറം ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഇവർക്ക്. അതാണ് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. അതിനെയാണ് ഭാരതം കരുതിയിരിക്കേണ്ടത്.